ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. പലരും ചോദിച്ചിങ്ങനെ നിങ്ങളെ ചാനൽ നിർത്തിവെച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ ഇടാനുള്ള ആശയങ്ങളില്ലായിട്ടാണോ, എന്താണ് ഇപ്പോൾ വീഡിയോകളൊന്നും കാണാത്തതെന്നുള്ള രൂപത്തിൽ ചിലരൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ എന്താ പറയുക, ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, ചെറിയ ചെറിയ വീഡിയോകളാണെങ്കിലും അല്ലെങ്കിൽ അതിൽ എന്താ പറയുക വലിയ ആശയങ്ങളോ കണ്ടന്റുകളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ വീഡിയോ കാണാത്ത സമയത്ത് എന്താ പറയുക, ചിലരൊക്കെ പരിഹസിക്കാൻ ചോദിക്കുകയാണ്, എന്നാലും ചോദിക്കുന്നുണ്ടല്ലോ, അതൊരു വലിയൊരു സന്തോഷമാണ്. ഇങ്ങനെ എന്താ പറയുക, നമ്മൾ എന്താ പറയുക വീഡിയോയെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനൊക്കെ ആൾക്കാരുണ്ടെന്നുള്ള വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ഒന്നുമില്ല, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഒഴിഞ്ഞിരിക്കാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ വീഡിയോകൾ വരാഞ്ഞതാണ്, അതല്ലാതെ കണ്ടന്റുകൾ കിട്ടാനായിട്ടോ ആശയങ്ങൾ കിട്ടാനായിട്ടൊന്നുമല്ല. ഏതായാലും നല്ലൊരു തിരിച്ചുവരവ് ഞാൻ ആഗ്രഹിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഞാനൊരു സംഭവം പറയാം. ഫലസ്തീനിൽ ഒരു വലിയൊരു സ്ഫോടനം നടക്കുകയാണ്. അപ്പോൾ ആ സ്ഫോടനം നടക്കുന്ന സമയത്ത് തലസ്ഥാന നഗരിയിൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം അവിടെ ഫലസ്തീൻ സന്ദർശനത്തിലായിരുന്നു. അപ്പം അദ്ദേഹം താമസിക്കുന്ന ഏകദേശം ആ ഒരു ഏരിയയിലാണ് ഒരു വലിയൊരു സ്ഫോടനം നടന്നതും ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടതും ഒരുപാട് ആൾക്കാർ പരിക്കുപറ്റി ആശുപത്രിയിലായതൊക്കെ. അതായത് നമ്മൾ ഇന്ന് കാണുന്ന പലസ്തീനല്ല, അതിനേക്കാൾ വളരെ രൂക്ഷമായ സാമൂഹിക അന്തരീക്ഷമുള്ള, അത്രയും ഭയപ്പാടോട് കൂടിയിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റിയിരുന്നൊരു പലസ്തീനായിരുന്നു അത്. അന്നത്തെ ആ ഒരു പലസ്തീനിൽ വലിയൊരു സ്ഫോടനം നടക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം അവിടെ സന്ദർശനത്തിലാണ്. അപ്പോൾ പിറ്റേന്ന് വിഷയം ഇവിടെയാണ്. പിറ്റേന്ന് പത്രം എടുത്ത് നോക്കുമ്പോൾ, APJ പത്രം എടുത്ത് നോക്കുമ്പോൾ പത്രത്തിൻ്റെ ആദ്യ പേജിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പേജുകളിലോ ഒന്നും ഈ ഒരു സ്ഫോടനത്തെക്കുറിച്ചുള്ള വാർത്തകളൊന്നുമില്ല. ഒരു വാർത്ത പോലും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു മൂലയിൽ മാത്രമാണ് ഏതോ ഒരു പേജിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, ഇതിൽ ഇത്ര ആൾക്കാർ മരിച്ചു, ഇത്ര ആൾക്കാർക്ക് പരിക്ക് പറ്റി എന്നൊക്കെയുള്ള ഒരു സാധനം ഉള്ളത്. ഒന്നാമത്തെ പേജിലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഫലസ്തീനിലെ ഒരു സ്കൂളിൽ അവിടുത്തെ കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്നിട്ട് മനോഹരമായൊരു പൂന്തോട്ടം രൂപീകരിച്ചതിനെ കുറിച്ചായിരുന്നു. അങ്ങനത്തെ ചില നന്മയുടെ, ചില നേട്ടങ്ങളുടെ വാർത്തകൾ മാത്രമായിരുന്നു ഒന്നാമത്തെ പേജിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു സംഭവം വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ട് APJ അബ്ദുൽ കലാം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളോട് സംവദിക്കുമ്പോൾ അദ്ദേഹം ഒരു അനുഭവമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ഇനി നമ്മുടെ നാട്ടിലെ പത്രങ്ങളുടെ അവസ്ഥ എടുത്തു നോക്കൂ. രാവിലെ ഒരാൾ ഉറക്കമുണർന്ന് നല്ലൊരു പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് പത്രം തുറന്നു നോക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന എന്താ പത്രത്തിൽ നിന്ന്? ഒന്നാമത്തെ പേജിലുണ്ടാവുക എന്താ പറയുക, അപകടം നടന്നിട്ട് കുറേ ആൾക്കാർ മരിച്ചതായിട്ട്, അല്ലെങ്കിൽ സുനാമി വന്നതും ചുഴലിക്കാറ്റ് വന്നതും, അതും അല്ലെങ്കിൽ ആരെങ്കിലും അറസ്റ്റിലായത്, അല്ലെങ്കിൽ ആരെങ്കിലും പീഡിപ്പിച്ചത്, കൊലപാതകം നടത്തിയത്, ഇങ്ങനെ അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും അതുപോലത്തെ അധാർമികതയുടെയൊക്കെ വാർത്തകൾ ഭയങ്കര ഹൈലൈറ്റിംഗ് ആയിട്ട് കാണാണ്. ഈ ഒരു സാധനം ഇത് എന്താ പറയുക, അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളല്ലേ? അറിയേണ്ടതാണ്. പക്ഷെ നമ്മളിതിങ്ങനെ ഹൈലൈറ്റിംഗ് ആയിട്ട് കാണുമ്പോൾ എന്താ ഉണ്ടാവുക, ഈ ഒരു സാധനം നമ്മുടെ മനസ്സിൽ ഒരു സാമാന്യവൽക്കരണം നടക്കുകയാണ് അല്ലേ? ദിവസവും പീഡനത്തിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് പീഡനം ഒരു വിഷയമല്ലാതായി മാറിപ്പോൾ. ദിവസവും കള്ളക്കടത്ത് കേൾക്കുമ്പോൾ കള്ളക്കടത്ത് ഒരു വിഷയമല്ല, കൊലപാതകങ്ങൾ ഒരു വിഷയമല്ല. കാരണം പത്രത്തിൽ നമ്മൾ ഹൈലൈറ്റിംഗ് ആയിട്ട് കണ്ട് 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 നമ്മുടെ മനസ്സിലൊരു സാമാന്യവൽക്കരണം നടന്നു കഴിഞ്ഞു. ഇതൊക്കെ സാധാരണ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഈ ഒരു പത്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, ഏത് പത്രമായാലും ഏകദേശം ഒരു വിഷയത്തിൽ ഒരേപോലെയാണ്. അപ്പോൾ ഇവർ വാർത്തകൾ ഇങ്ങനെ തെറ്റിൻ്റെ വാർത്തകൾ, അതായത് അനീതികളുടെ വാർത്തകൾ, അധാർമികതയുടെ വാർത്തകൾ ഇങ്ങനെ ഹൈലൈറ്റിംഗ് ആയിട്ട് കൊടുക്കുകയാണ്. നല്ല വാർത്തകൾ, നന്മയുടെ വാർത്തകൾ ഏതെങ്കിലും മൂലക്കുരുവിൻ്റെ പരസ്യത്തിൻ്റെ ഇപ്പുറത്തുണ്ടാകും. അല്ലെങ്കിൽ ലൈംഗിക രോഗത്തിന് ശാശ്വത ചികിത്സ എന്ന് പറഞ്ഞാൽ ആ ഒരു പേജിൻ്റെ ആ ഒരു കോളം എത്രയാണ് ഉണ്ടാവുക, അത്ര ഒരു കോളത്തിൽ ഇങ്ങനെ ചെറുതായിട്ടുണ്ടാകും ആർക്കെങ്കിലും PhD കിട്ടിയത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇന്ന നേട്ടങ്ങൾ കൈവരിച്ചത്, അതും അല്ലെങ്കിൽ പേഴ്സ് തിരികെ നൽകിയ, അങ്ങനത്തെ സത്യസന്ധതയുടെയും നന്മയുടെയൊക്കെ വാർത്തകൾ, നേട്ടങ്ങളുടെ വാർത്തകളൊക്കെ ഒരു മൂലയിൽ ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പത്രങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇനി ഞാൻ സംസാരിക്കാൻ വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതിനൊക്കെ ഒരു ബദൽ സംവിധാനം സൃഷ്ടിക്കാനുള്ള കുറച്ച് യുവാക്കളുടെ ശ്രമത്തെക്കുറിച്ചാണ്. അതായത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 5am ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ഈ ലോക്ക്ഡൗൺ കാലത്ത് കുറച്ച് യുവാക്കൾ ചേർന്നിട്ട് രൂപീകരിച്ച ഒരു കൂട്ടായ്മയാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ്
എന്താ പറയുക സംസാരിച്ചിരിക്കുകയും അതുപോലെ തന്നെ ആശയങ്ങൾ കൈമാറുകയും നന്മകൾ ചിന്തിക്കാനുള്ള പ്രേരണ നൽകുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് 5 AM ക്ലബ്ബ് എന്ന് പറയുന്നത്. ഞാൻ അതിൽ അംഗമൊന്നുമല്ല, പക്ഷെ അതിലംഗമായ ഒരുപാട് ആൾക്കാരെ എനിക്ക് പേഴ്സണലി പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ അവരിൽ നിന്നും കേട്ടറിഞ്ഞ കാര്യമാണ് ഞാനിങ്ങനെ ഈ ഒരു ചെറിയൊരു കാര്യമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ ഈ 5 AM ക്ലബ്ബ് എന്ന ഒരു കൂട്ടായ്മയുടെ ഒരു പ്രധാനപ്പെട്ട സംരംഭമാണ് 5 AM ഡെയിലി. ഈ 5 AM ഡെയിലി എന്ന് പറയുന്നത് നന്മകൾ മാത്രം, നന്മയുടെ വാർത്തകൾ, സത്യസന്ധതയുടെ വാർത്തകൾ മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, അതിനുവേണ്ടി മാത്രം രൂപീകരിച്ചൊരു പത്രമാണ്. അപ്പോൾ ഇവർ ഈ പത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ചെറിയൊരു പോസ്റ്റർ വന്നിരുന്നു, ഒരു റൈറ്റപ്പ് അടങ്ങിയ ഒരു പോസ്റ്റർ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതിൽ വളരെ വിശദമായിട്ട് ഇവർ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധനം ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്തിനാണ് 5 AM ക്ലബ്ബ് ഡയറി? ഇതാണ് അതിൻ്റെ ഹെഡിങ്. ഇനി അതിൽ വിഷയങ്ങൾ വായിച്ചു നോക്കുമ്പോൾ, മനുഷ്യരെ, രാവിലെയുള്ള ദിനപത്രങ്ങൾ വായിക്കുക എന്നതിനേക്കാൾ ഹൃദയഭേദകമായ തുടക്കം നമുക്ക് കിട്ടാനില്ല. 90% ദുരിതവും മനുഷ്യത്വരഹിതവുമായ വാർത്തകൾ നമ്മളോട് പറയാതെ പറയുന്നത് ലോകത്ത് മനുഷ്യത്വം നശിച്ചു എന്നാണ്. ശരിയല്ലേ? ഈ പത്രങ്ങളിലുള്ള ഈ വാർത്തകൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ശരിയാണ്, ലോകത്ത് ഇപ്പോൾ നന്മയുടെ അംശങ്ങളൊന്നുമില്ല, മുഴുവൻ തിന്മയാണ്. ഏത് രാജ്യം എടുത്തു നോക്കിയാലും ഏത് സംസ്ഥാനങ്ങളിലൊക്കെ തിന്മയുടെ വാർത്തകൾ മാത്രമാണ് നമ്മൾ കാണുന്നത് പത്രങ്ങളിലൂടെ. ഇപ്പം മുമ്പ് ഒരു പത്രത്തിൻ്റെ ഒരു കട്ടിങ്, ഒരു പത്രത്തിൻ്റെ ഒരു പേജ് ഇങ്ങനെ ഞാൻ വാട്സപ്പിലൊരു ഫോട്ടോ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അതിന് മുഴുവൻ പീഡനമാണ്. ചരമകോളമുള്ളതുപോലെ ഒരു പീഡനകോളനം രൂപീകരിക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുന്നതെന്ന് തോന്നാം. അപ്പോൾ അത്രക്കും ദുരിതപൂർണമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ പത്രങ്ങളിൽ ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. ഒരു പത്രം എടുത്ത് അതിലെ വാർത്തകൾ ഇങ്ങനെ നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്യാണ്: പോസിറ്റീവായ വാർത്ത, നെഗറ്റീവായ വാർത്ത. അത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇമ്പാക്റ്റ് അനുസരിച്ചാട്ടോ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത്. അതിൽ നെഗറ്റീവ് ഷെയ്ഡ് തരുന്ന വാർത്തകളായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പം അങ്ങനത്തെ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പം നമ്മളത് കണ്ടിട്ട് പറയാണ് പത്രങ്ങളിലൊക്കെ മുഴുവൻ പീഡനങ്ങളുടെയും ദുരന്തങ്ങളുടെയും വാർത്തകളാണുള്ളത്, നാട്ടിൽ ഇപ്പോൾ നന്മകളൊന്നും ഇല്ല എന്നുള്ള ഒരു തരത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. അപ്പോൾ അതാണ് ഇവർ ഈ പറയുന്നത്. ശരിക്കും നമ്മുടെ ചുറ്റും നടക്കുന്ന നന്മയും മനുഷ്യത്വപൂർണമായ കാര്യങ്ങൾ പത്രങ്ങൾ ഒഴിവാക്കുന്നതല്ലേ? അപ്പോൾ നമ്മളും കരുതുന്നു ഭൂമിയിൽ ആകെ പ്രശ്നങ്ങളാണ് കൂടുതലെന്ന്. അപ്പോൾ നന്മയുടെ വാർത്തകൾ ഇവർ ഹൈലൈറ്റ് ചെയ്യാതെ, വെണ്ടക്കാക്ഷരത്തിൽ കൊടുക്കാതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂലക്കൂറിന്റെ പരസ്യത്തിന് അപ്പുറത്ത് കൊടുക്കുകയാണ്. ചെറിയതായിട്ട് ഇങ്ങനെ അത് എന്താ പറയുക, കൊടുക്കണമല്ലോ എന്നുള്ളൊരു ഇതിൽ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കണം, ഒരു പേരിന് വാർത്ത കൊടുക്കുക എന്ന് പറയുന്ന പോലെ. അപ്പോൾ പത്രങ്ങൾ ഒഴിവാക്കുന്ന നമ്മളും വിചാരിക്കുകയാണ് ലോകത്ത് മൊത്തം തിന്മകൾ മാത്രമേ ഉള്ളൂ, നന്മയുടെ അംശങ്ങളൊന്നും ഇല്ല എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. ഇവിടെയാണ് 5 AM ക്ലബ്ബ് ഡെയിലി എന്ന ഈ കുഞ്ഞു പത്രം ബദലാകുന്നതും റിബലാകുന്നതും. ഈ പത്രത്തിൽ നന്മയുടെ വാർത്തകൾ മാത്രമേ ഉണ്ടാകൂ. ദുരിതങ്ങൾ അറിയിക്കാൻ മറ്റൊരുപാട് പത്രങ്ങളുണ്ടല്ലോ. അതെ, ദുരന്തങ്ങളുടെ വാർത്തകൾ അറിയിക്കാൻ തൽക്കാലം കേരളത്തിൽ ഒരുപാട് പത്രങ്ങളുണ്ട്, ഒരുപാട് ചാനലുകളുണ്ട്. അപ്പം അതിനൊക്കെ ഒരു ബദൽ സംവിധാനമായിട്ട് ഒരു കുഞ്ഞു പത്രമായിട്ടാണ് 5 AM ഡെയിലി തുടങ്ങുന്നത്. അതിൽ നന്മയുടെ വാർത്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. തൽക്കാലം ഓൺലൈനായി ഇത് എത്തിക്കാനേ ഞങ്ങൾക്ക് നിർവാഹമുള്ളൂ. ഭാവിയിൽ വീടുകളിലേക്ക് 5 AM ക്ലബ്ബ് ഡെയിലി ദിനപത്രങ്ങൾ എത്തിക്കുന്നത് ഞങ്ങൾ സ്വപ്നം കാണുകയാണ്. ഞാനും സ്വപ്നം കാണുന്നുണ്ട്. ഇതുപോലെ ഒരു പ്രിന്റഡ് പേപ്പറായിട്ട് 5 AM ഡെയിലി അല്ലെങ്കിൽ ഏത് പത്രമായാലും നന്മയുടെ വാർത്തകൾ മാത്രം അച്ചടിച്ച് വരുന്ന, അത് വളരെ ഹൈലൈറ്റിംഗ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പത്രം അല്ലെങ്കിൽ ഒരു ചാനൽ എൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്വപ്നം മറ്റുള്ളവരുടെ സാക്ഷാത്കരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാനും ഇവരുടെ ഈ ഒരു പ്രവർത്തനത്തെ അഭിനന്ദിക്കാനും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇത് ഈ പത്രത്തിനൊരു പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് പ്രൊമോഷനായിട്ടൊന്നും അല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കൂല എന്നറിയാം. എന്നാലും ഈ ഒരു വിഷയം ഞാൻ വീഡിയോ ചെയ്യാനുള്ളൊരു വ്യക്തമായൊരു കാരണമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ ഓൺലൈനായിട്ടാണ് കിട്ടുന്നത്. വരുന്ന ഭാവിയിൽ ഇൻഷാ അല്ലാഹ് നല്ല ഒരു അച്ചടി പേപ്പറായിട്ട്, ദിനപത്രമായിട്ട് നമ്മുടെയൊക്കെ വീടുകൾക്ക് എത്തും. നമുക്ക് ആ ഒരു കാലത്തിന് വേണ്ടി കാത്തിരിക്കാം ഇൻഷാ അല്ലാഹ്. അതിനുള്ള എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. അങ്ങനത്തെ ഒരു കാലം പുലരട്ടെ എന്നൊരു പ്രാർത്ഥന ഈ 5 AM ക്ലബ്ബ് കൂട്ടായ്മയ്ക്ക് ഞാൻ ആശംസയായിട്ട് നൽകുകയാണ്. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് പത്രം എത്തുന്നതാണ്. നാളെ മുതൽ 5 AM ക്ലബ്ബ് കേരള എന്ന ഇൻസ്റ്റാഗ്രാം പേജ് വഴി നിങ്ങൾക്ക് പത്രം വായിക്കാം. ഇവരിത് പോസ്റ്റ് ചെയ്യുന്നത് നവംബർ 25-നാണ്. അപ്പം 25, 26 മുതൽ നിങ്ങൾക്ക് വായിക്കാമെന്നാണ് പറയുന്നത്. വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകിപ്പോയതാണ്. അപ്പോൾ 5 AM ക്ലബ്ബ് കേരള എന്ന ഇൻസ്റ്റാഗ്രാം പേജ് വഴി നമുക്ക് പത്രം വായിക്കാം.
ഒരു 3-4 പേജേ ഇപ്പോൾ ഉള്ളൂ, തുടക്കഘട്ടത്തിലല്ലേ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പത്രം സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്കും ഇൻസ്റ്റഗ്രാം വഴി കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1-2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് ആയിട്ട് ഈ പത്രം PDF കിട്ടും. എനിക്കൊക്കെ അങ്ങനെ പത്രം കിട്ടുന്നുണ്ട്. കൃത്യം രാവിലെ 7 മണി ആവുന്ന സമയത്ത് നമുക്ക് ബ്രോഡ്കാസ്റ്റ് വഴി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ പത്രം എത്തും. അപ്പോൾ അതെ, ഇൻസ്റ്റഗ്രാം പേജ് വഴി നിങ്ങൾ പത്രം വായിക്കാം. ജോലി അവസരങ്ങൾ, വിജ്ഞാന പങ്ക്തികൾ, സിനിമാ പുസ്തക പരിചയപ്പെടുത്തലുകൾ എന്നിവ പത്രത്തിൽ ഉണ്ടാകും. പത്രത്തിന്റെ ചെലവ് 10 പൈസയാണ്. അതും നിർബന്ധമല്ല. 10 ദിവസം കൂടുമ്പോൾ 1 രൂപ ആയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതായ തുക പത്രത്തിന്റെ മുകൾ ഭാഗത്ത് നൽകിയിരിക്കുന്ന ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ നമ്പറിലേക്ക് അയക്കാം. നന്ദിയോടെയും സ്നേഹത്തോടെയും ചീഫ് എഡിറ്റർ. അതിൽ വാർത്തകൾക്ക് പുറമെ പിന്നെ എന്താ പറയുക, പുസ്തക പരിചയപ്പെടുത്തലുകൾ, സിനിമ പരിചയപ്പെടുത്തലുകൾ, ജോലി അവസരങ്ങൾ, മറ്റ് വിജ്ഞാന പങ്ക്തികൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പത്രത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. കാരണം പുസ്തക പരിചയപ്പെടുത്തലുകളും മറ്റ് ജോലി അവസരങ്ങളും മറ്റ് ഈ ഫാക്റ്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പത്രത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ പത്രം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 10 പൈസയാണ് ഒരു പത്രത്തിൻ്റെ വില. നമ്മൾ 7 അല്ലെങ്കിൽ 8 10 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ പീഡനത്തിൻ്റെ വാർത്തകൾ വായിക്കാൻ, കള്ളക്കടത്തിൻ്റെ വാർത്തകൾ വായിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ദുരന്തങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് പത്രം വെക്കുന്നത് വീട്ടിൽ. ഈ ഒരു പത്രത്തിന് 10 പൈസ മാത്രമേ ഉള്ളത്. അതന്നെ 10 ദിവസം കൂടുമ്പോൾ 1 രൂപയായിട്ട് കൊടുത്താൽ മതി. പൈസ കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഒരു മാന്യതയ്ക്ക് ഇവർ ഇത്രയും കഷ്ടപ്പെട്ടൊരു പത്രം ഇറക്കുമ്പോൾ നമ്മളൊരു 1 രൂപയെങ്കിലും കൊടുക്കണ്ടേ? അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എത്രയാണോ സംഖ്യ ഇവരെ സഹായിക്കാൻ പറ്റുന്നത് ആ ഒരു സംഖ്യ ഇവർക്ക് ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ചെയ്തു കൊടുക്കാനാണ് ഇവർ പറയുന്നത്. നല്ല കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യലും അതിനോട് കൂടെ നിൽക്കലും അതും ഒരു നല്ല കാര്യമാണ്. അതും നല്ലൊരു ധർമ്മമാണ്, നല്ലൊരു സ്വതക്കയാണ്. ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ തന്നെ നല്ലൊരു കാര്യം ആരെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ അത് വലിയൊരു ധർമ്മമാണ്, അതിനെ സഹായിക്കൽ. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹകരണം ഇവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവരും കഴിയുന്ന പരമാവധി ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് പത്രങ്ങൾ വായിക്കുക. പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളൊക്കെ ആ പത്രത്തിൻ്റെ വരിക്കാരായി മാറുക. അങ്ങനെ നല്ലൊരു എന്താ പറയുക മുന്നേറ്റം ഇവർക്ക് കൂടുതൽ ഉണ്ടാകണം. ഇപ്പോൾ 100 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. അത് 1000ഉം 10,000ഉം ലക്ഷങ്ങളൊക്കെ കടന്ന് കേരളത്തിൽ മുഴുവൻ ഈ ഒരു 5 AM ഡെയിലി തരംഗമാകുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കണം. കാരണം ഇതൊരു നല്ലൊരു മാറ്റത്തിന് കാരണമാകാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇതുപോലെ നന്മകൾ മാത്രം പറയുന്നൊരു പത്രം അത് ജനങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങിയാൽ അത് വലിയൊരു വിപ്ലവമായിട്ട് മാറും. അപ്പോൾ ആ ഒരു വിപ്ലവത്തിൻ്റെ ഭാഗമാകാനുള്ളൊരു അവസരം കൂടിയാണിത്. അപ്പോൾ ആ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെയൊക്കെ എന്താ പറയുക, ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ നന്മയുടെ മാറ്റത്തിൻ്റെ വഴിയിലുള്ളതാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇവരുടെ നവംബർ 26-നാണ് ഇവർ ആദ്യത്തെ പത്രം തുറന്നത്. ആ ഒരു കാര്യം കൂടി കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അതിൽ ഇവരെ തുടക്കം അന്ന് ഭരണഘടനാ ദിനമായിരുന്നു, നവംബർ 26. അപ്പോൾ അതിൽ 5 AM ഡെയിലിയുടെ 1ാമത്തെ പേജ് ഭരണഘടന പ്രിയാമ്പിളായിരുന്നു. പിന്നെ അതിൽ മറ്റു പേജുകളൊക്കെ നോക്കുമ്പോൾ അതിൽ ഉത്തരാഖണ്ഡിൽ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയതിനെ കുറിച്ചും അതുപോലെ തന്നെ മറാൽ എന്ന് പറയുന്ന ഒരു ഇറാനിയൻ യുവതി ചെയ്ത സാഹസിക യാത്രകളെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഇൻസ്റ്റഗ്രാം പേജ് വഴി വായിക്കാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PDF ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സംരംഭത്തിലേക്ക് എല്ലാവരും സഹകരിക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ മികവോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്.